പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഈ നിമിഷം നമ്മൾ ആരാധിക്കാൻ പോകുന്നത് പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിലിരുന്ന് കുടുംബ സമാധാനത്തിന് വേണ്ടിയാണ്. നമുക്കറിയാവും, നമ്മുടെ ദേശങ്ങളിൽ, ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ മാതാപിതാക്കളും മക്കളും തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെ കഴിയുന്നവരുണ്ടാകാം. അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കങ്ങളിലോ നമ്മുടെ ബന്ധുക്കളിലോ നമ്മുടെ ഇടവകകളിലോ നമ്മൾക്കറിയാവുന്ന കുടുംബങ്ങളിലേക്കെല്ലാം ഈ ആരാധന നിങ്ങൾ അയച്ചു കൊടുക്കണം. അവരും ഈ ആരാധനയിൽ പങ്കെടുക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അവരുടെ കുടുംബങ്ങൾ നിറയാനായിട്ട്, കുടുംബ സമാധാനം എല്ലാവരിലും നിറഞ്ഞു നിൽക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ എല്ലാവരും പൂരിതരാകുവാനായിട്ട് ഈ നിമിഷം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ യുവതി യുവാക്കളെ, ഞങ്ങളായിരിക്കുന്ന മേഖലകളിലെ കുടുംബസമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ശാന്തിയില്ലാതെ, ഐക്യമില്ലാതെ ഏതെങ്കിലും കുടുംബങ്ങൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബങ്ങളെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പരിശുദ്ധ കുർബാനയെ, ഈ കുർബാനയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ നിമിഷം വരെ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക്, മക്കളെന്ന നിലയ്ക്ക്, സഹോദരങ്ങൾ എന്ന നിലയ്ക്ക്, സുഹൃത്തുക്കൾ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾ മൂലം കുടുംബസമാധാനവും സ്വസ്ഥതയും ശാന്തിയും ലഭിക്കാതിരുന്നതുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ മാപ്പ് ചോദിക്കുന്നു. വലിയ ആഗ്രഹത്തോടെ കുടുംബസമാധാനത്തിൻ്റെ വക്താക്കളായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും കഴുകിക്കളയാൻ ആഗ്രഹിച്ചുകൊണ്ട് 51-ാം സങ്കീർത്തനം ഞങ്ങൾ ഏറ്റുചൊല്ലുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാദികം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസ്സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴികൾ പഠിപ്പിക്കും. പാപികൾ അങ്ങിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച സിയോന് നന്മ ചെയ്യണമേ. ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ.
അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പുറപ്പാട് പുസ്തകത്തിൽ ദൈവമായ കർത്താവ് ഓരോ മക്കളോടും പറയുന്നു, നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കുടുംബസമാധാനത്തിന് എതിരായിട്ട് മാതാപിതാക്കന്മാരെ നിഷേധിച്ചു പോയ എല്ലാ നിമിഷങ്ങളെ ഓർത്തും ഞങ്ങളിപ്പോൾ മാപ്പ് ചോദിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കണം. കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. വീണ്ടും സങ്കീർത്തനം 131:1 പറയുന്നു, സഹോദരർ ഏക മനസ്സായി ഒന്നിച്ചു വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. സഹോദരർ ഏക മനസ്സായി ഒന്നിച്ചു വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. ഈശോയെ, കുടുംബസമാധാനത്തിന് വിരുദ്ധമായിട്ട് എന്നിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ എല്ലാ തിന്മകളും ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ സമാധാനത്തിൻ്റെ ഉറവിടങ്ങളാക്കി മാറ്റണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിയൻകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിയൻകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 3-ാം അധ്യായത്തിൽ 3-ാം വാക്യം. കർത്താവ് വിശ്വസ്തനാണ്, അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. കർത്താവ് വിശ്വസ്തനാണ്, അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. വീണ്ടും സങ്കീർത്തനം 4-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ ശാന്തനായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവ് അങ്ങു തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. നമ്മുടെ കുടുംബത്തിൽ നാഥനായി എല്ലാമായി നമ്മുടെ ഈശോയെ നിറയ്ക്കുവാൻ വേണ്ടി പിതാവിനോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബസമാധാനത്തിൻ്റെ നിറവ് നമ്മുടെ കുടുംബത്തുണ്ടാകാൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. പൂർണ്ണ വിനയത്തോടും ശാന്തതയോടും കൂടെ ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. പൂർണ്ണ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ച പോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുവിൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ
പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുവിൻ. ഈശോയെ, കുടുംബസമാധാനത്തിനു വേണ്ടി തീക്ഷ്ണമായിട്ട് ഞങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴ്ചകളും പോരായ്മകളും വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. കുടുംബസമാധാനത്തിനു വേണ്ടി ഞങ്ങൾ മുന്നോട്ട് വരുന്നവരാക്കി തീർത്ത് ഞങ്ങളെ മാറ്റണമേ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ, ഒരുമിച്ച് വസിക്കുമ്പോൾ, വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിൽ പറയുന്നത് ഒരുമിച്ച് വസിക്കുന്ന കുടുംബങ്ങൾ ഈശോയുടെ പ്രഥമ ദേവാലയങ്ങൾ തന്നെയാണെന്നാണ്. നമുക്കും ഒത്തൊരുമയോടെ ആയിരിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങൾ 14:26 പറയുന്നു, ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം, സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം, സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. സങ്കീർത്തനം 91:1 പറയുന്നു, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. വീണ്ടും സങ്കീർത്തനം 46:1, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. നമുക്ക് ഉറച്ചു വിശ്വസിക്കാം, ഈശോയിൽ ആശ്രയിച്ച് മുന്നേറുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളായിത്തീരുമെന്ന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 13-ാം വാക്യം, അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. സങ്കീർത്തനം 147:3 പറയുന്നു, അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, നിങ്ങൾ പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് അതുമൂലം എല്ലാവരും അറിയും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോയുടെ എല്ലാ വചനങ്ങളുടെയും ഏക വാക്ക് ഇതാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് അതുമൂലം എല്ലാവരും അറിയും. വിശുദ്ധ പത്രോസ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, വിശുദ്ധ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹമുണ്ടാകട്ടെ, കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മായ്ച്ചു കളയുന്നു. സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹമുണ്ടാകട്ടെ, കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മായ്ച്ചു കളയുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 5-ാം വാക്യം, എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല, അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഒരേ ശരീരമാണ്, എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളാണ്. നമുക്ക് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ സമാധാനത്തിൽ നിലനിർത്താം. സുഭാഷിതങ്ങൾ പറയുന്നു, നീതിമാന്റെ പിതാവ് അത്യധികം ആഹ്ലാദിക്കും, ജ്ഞാനിയായ പുത്രനെ ലഭിച്ചവൻ അവനിൽ സന്തുഷ്ടി കണ്ടെത്തുകയും ചെയ്യും. നീതിമാന്റെ പിതാവ് അത്യധികം ആഹ്ലാദിക്കും,
ജ്ഞാനിയായ പുത്രനെ ലഭിച്ചവൻ അവനിൽ സന്തുഷ്ടി കണ്ടെത്തും. സുഭാഷിതങ്ങൾ 22:6 മക്കൾക്കുള്ളതാണ്. മക്കളെ, ശൈശവത്തിൽ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക. വാർദ്ധക്യത്തിലും അതിൽ നിന്നവർ വ്യതിചലിക്കുകയില്ല. ഓരോ മാതാപിതാക്കളും, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന ഇപ്പോഴത്തെ തലമുറ, പ്രത്യേകം മക്കളെ ദൈവത്തിൻ്റെ വഴികളെ പരിശീലിപ്പിക്കുക. വാർദ്ധക്യത്തിലും അവർ അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം: പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുക. ഓരോ പിതാക്കന്മാർക്കും വേണ്ടിയുള്ള പ്രബോധനമാണ്. പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തിക്കൊണ്ടുവരിക. സങ്കീർത്തനം 103:13 പറയുന്നു: പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. വീണ്ടും സങ്കീർത്തനം 46-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു: ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തൂസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം: സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിഞ്ഞുകൂടാത്തവർ എങ്ങനെ ദൈവത്തിന്റെ സഭയെ ഭരിക്കും? തിമോത്തീസുകാരുടെ ലേഖനം നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് കൊടുക്കുന്ന പ്രത്യേക നിർദ്ദേശങ്ങളാണ്. അപ്പോൾ കുടുംബത്തെ വളരെയധികം പ്രാധാന്യം കൊടുത്തു പറയുന്ന ഒരു ലേഖനവും കൂടിയാണ്. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ എങ്ങനെ ദൈവത്തിന്റെ സഭയെ ഭരിക്കും? സങ്കീർത്തനം 127:3-5: കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഓരോ കുടുംബവും പരിശുദ്ധ തിരുക്കുടുംബത്തെ പോലെ ആയിരിക്കേണ്ടതാണ്. ഔസേപിതാവും പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും എങ്ങനെയാണ് ആ കുടുംബം വളർന്നു വന്നതെന്ന് നമുക്കറിയാം. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യം: പുരുഷന്റെ ശിരസ് ക്രിസ്തുവാണ്, സ്ത്രീയുടെ ശിരസ് ഭർത്താവാണ്, ക്രിസ്തുവിന്റെ ശിരസ് ദൈവമാണ് എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പുരുഷന്റെ ശിരസ് ക്രിസ്തുവാണ്, സ്ത്രീയുടെ ശിരസ് ഭർത്താവാണ്, ക്രിസ്തുവിന്റെ ശിരസ് ദൈവമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പുരുഷന്റെ ശിരസ് ക്രിസ്തുവാണ്, സ്ത്രീയുടെ ശിരസ് ഭർത്താവാണ്, ക്രിസ്തുവിന്റെ ശിരസ് ദൈവമാണ് എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളിത് വായിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യത്തിലാണ്. ഭാര്യ ഭർത്തൃബന്ധത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടുള്ളതാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വളരെയധികം നമുക്കറിയാം. വിവാഹ ജീവിതത്തിൻ്റെ ഒരു നിയമസംഹിത എന്ന് തന്നെ നമ്മൾ ഇതിക്ക് മുമ്പ് ധ്യാനിച്ചിട്ടുള്ളതാണ്. ഭാര്യമാര്, ഭർത്താക്കന്മാര് എങ്ങനെയായിരിക്കണമെന്ന് വളരെ വിശദമായിട്ട് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യം: പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയും മാതാവിനെയും അധിക്ഷേപിക്കുന്നവർ മരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. മാതാപിതാക്കന്മാരെ ഉപേക്ഷിക്കുന്ന കുറേ പേരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ കാണാം. അവരിന്ന് ഒരുപാട് വേദന അനുഭവിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു. മക്കളെ അന്വേഷിച്ച് ഓരോ സ്ഥലങ്ങളിൽ മാതാപിതാക്കളെ കൊണ്ടുവന്നാക്കുമ്പോൾ അവിടെ മക്കളെയും കാത്തിരിക്കുന്ന മാതാപിതാക്കളെ നമ്മൾ ഓർക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കണം. തിരിച്ചു മക്കളും മാതാപിതാക്കന്മാരെ ഒത്തിരി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം. മാതാപിതാക്കന്മാരുടെ ഭാഗത്തുനിന്നും മക്കൾക്ക് നല്ലൊരു രൂപീകരണം കൊടുക്കുവാനായിട്ട് സാധിക്കണം. ഇന്ന് ഈ ആരാധനയിലിരിക്കുമ്പോൾ നമുക്കും നമ്മുടെ ഭാഗത്ത് ഒരു പിതാവ് എന്ന നിലയ്ക്ക്, ഒരു മാതാവ് എന്ന നിലയ്ക്ക്, ഒരു മകൻ എന്ന നിലയ്ക്ക്, ഒരു മകൾ എന്ന നിലയ്ക്ക് എത്രത്തോളം നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്കായിരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നൊന്ന് ചിന്തിക്കാം. തെറ്റുകൾ തിരുത്തിയിട്ട് കുടുംബസമാധാനത്തിന്, കുടുംബ ഐക്യത്തിനു വേണ്ടി നമുക്ക് യാചിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 3 വരെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. കുട്ടികളെ,
കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയാണിത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 3 വരെ മക്കളായ നമ്മൾ മനഃപ്പാഠമാക്കേണ്ട ഒരു ഭാഗമാണ്. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയാണിത്. നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകം സൃഷ്ടിയുടെ പുസ്തകമാണ്. അതിൽ 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ തന്നെ ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് ഇതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സർവ്വജീവിജാലികളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. വീണ്ടും വീണ്ടും നമ്മുടെ കുടുംബത്തെ നമ്മൾ സമർപ്പിക്കുന്നു. കുടുംബത്തിൻ്റെ പോരായ്മകളെല്ലാം നീങ്ങിപ്പോകാനായിട്ട് പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനായിട്ട് പരിശുദ്ധ തിരുക്കുടുംബത്തിനെ നമുക്ക് വീണ്ടും സമർപ്പിക്കാം. കുടുംബത്തിൻ്റെ എല്ലാ പോരായ്മകളും അകന്നു പോകുവാനായിട്ട്, ദൈവസ്നേഹത്തിൻ്റെ നിറകുടങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ തീരാനായിട്ട് തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് സങ്കീർത്തനം 91 3 പ്രാവശ്യം നമ്മൾ ഏറ്റുചൊല്ലുന്നു. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടെ നിന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതൻ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടെ നിന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവൽ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും.
അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലിൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിൻ്റെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കുടുംബസമാധാനമില്ലാതെ കഴിയുന്ന ഓരോ കുടുംബങ്ങൾക്കും, ഓരോ മാതാപിതാക്കൾക്കും, ഓരോ മക്കൾക്കും വേണ്ടി നമുക്കിത് സമർപ്പിക്കാം. ഈ ആരാധനയിലൂടെ സംബന്ധിക്കുന്നവരെ എല്ലാവരെയും അറിയിച്ച് എല്ലാവർക്കും ഈ ആരാധനയിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ സമാധാനത്തിനു വേണ്ടി ദൈവവചനത്താൽ നിറഞ്ഞ് എല്ലാവരും കുടുംബസമാധാനത്തിൽ ജീവിക്കുവാനായിട്ട് വചനത്തിൻ്റെ ശക്തിയാൽ, ഈശോയുടെ ഈ ആശീർവാദത്തിൻ്റെ ശക്തിയാൽ എല്ലാവരും കുടുംബസമാധാനത്തിൽ നിലനിൽക്കട്ടെ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ കുർബാന ഓരോ കുടുംബത്തിലേക്കും ഇറങ്ങി ചെല്ലട്ടെ. അങ്ങയുടെ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഓരോ കുടുംബങ്ങളും നിറയട്ടെ. കുടുംബസമാധാനത്തിൻ്റെ ആ വലിയ ശക്തി എല്ലാവരും അനുഭവിക്കുവാൻ ഓരോ മാതാപിതാക്കളെയും, ഓരോ മക്കളെയും, കുടുംബത്തിലെ മറ്റോരോ അംഗങ്ങളെയും പ്രത്യേകം സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ്